സർക്കാരിന്റെ വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ജനങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നതിനും ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനുമായി നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം ചേർന്നു. വളരെ ചെറിയ പോപ്പുലേഷനുള്ള നമ്മുടെ നാലുകളിലും അവിടുത്തെ റെസ്പോൺസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5417 വീടുകൾ വിസിറ്റ് ചെയ്തു. തൃശ്ശൂർ നമ്മളെക്കാളും പോപ്പുലേഷൻ കുറവുള്ള ജില്ലയാണ്. നമ്മളെക്കാളും 5451,000 വിസിറ്റ് ചെയ്യും. നമ്മളെക്കാളും ഒരു 50% കൂടുതലാണ്. അപ്പം നമ്മുടെ യുവജനമണ്ഡലത്തിൻ്റെ ചാർജുള്ളവരും താഴത്തിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാനത് കഴിഞ്ഞ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയപ്പോൾ എല്ലാവരോടും സംസാരിച്ചിരുന്നു. ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ LSGD ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. പ്രാദേശിക വികസന ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് ഈ വിപുലമായ പഠന പരിപാടി ലക്ഷ്യമിടുന്നത്. വിവരശേഖരണത്തിനായി സന്നദ്ധതയറിയിച്ച കർമ്മസേനാംഗങ്ങൾ ഭവന സന്ദർശനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇതിനോടകം പരിശീലനം ലഭിക്കാത്തവർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ എത്രയും വേഗം സംഘടിപ്പിക്കണം. റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നും നിശ്ചിത തീയതിക്കകം കുറ്റമറ്റ രീതിയിൽ പഠന പരിപാടി പൂർത്തിയാക്കണമെന്നും സംസ്ഥാനതല നിർവഹണ സമിതി അംഗം A. ഗൗതമൻ യോഗത്തിൽ ഓർമ്മിപ്പിച്ചു. ജില്ലയിൽ 10,024 കർമ്മസമിതി അംഗങ്ങളെയാണ് ഈ പ്രവർത്തനത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 2026 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ സാമൂഹിക സന്നദ്ധ സേനാംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് വിവരശേഖരണം നടത്തുന്നത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തിക്കുന്നത്. CCN മലപ്പുറം.